കൗണ്ടി വാടിക്കലിന്റെ സഹായത്തോടെ വാടിക്കൽ മഹൽ കമ്മിറ്റി ഉമറുൽ ഫാറൂഖ് മസ്ജിദ് അങ്കണത്തിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ മാനവികതയുടെ മഹനീയ മാതൃകയായി മാറി. റമദാന്റെ ആത്മീയ മഹിമ, സമൂഹ സൗഹൃദത്തിന്റെ നിറവിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ച് നോമ്പുതുറ ഒരുക്കി ശ്രദ്ധേയമായി. വാടിക്കൽ മഹൽ കമ്മിറ്റിയും കൗണ്ടി വാടിക്കലിന്റെയും കൂട്ടായ്മ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർന്നു നൽകുകയാണ് ഇത്തരം കൂട്ടായ്മകൾ. വാടിക്കൽ എന്ന ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തെ ഉമറുൽ ഫാറൂഖ് മസ്ജിദ് ഇന്ന് സന്ധ്യക്ക് സാക്ഷിയായത് മതസൗഹാർദ്ദത്തിന്റെ മനോഹര ദൃശ്യങ്ങൾക്കായിരുന്നു. സമൂഹ നോമ്പുതുറയിൽ മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം ഇതര മതവിശ്വാസികളും വഴിയാത്രക്കാരും നാട്ടുകാരും പങ്കുചേർന്നു. നോമ്പുതുറ ഒരുക്കിയത് മഹലിലെ കൗണ്ടി വാടിക്കലിന്റെ കൂട്ടായ്മയിൽ. വിളമ്പുന്നതിലും സജീവ പങ്കാളിത്തത്തിലും ഏവരും ചേർന്നു. പ്രാർത്ഥനകൾക്ക് മഹൽ ഖത്തീബ് സയ്യിദ് മുസ്തഫ പൂക്കോയ തങ്ങൾ, ഹൈദ്രോസ് മസ്ജിദ് ഖത്തീബ് അയ്യൂബ് ദാരിമി കണ്ണപുരം എന്നിവർ നേതൃത്വം നൽകി. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KN അബ്ദുറഹിമാൻ, സെക്രട്ടറി മൊയ്തു ചേരിച്ചി എന്നിവർ പങ്കെടുത്തു. സമൂഹ നോമ്പുതുറയിൽ 400ഓളം പേർ പങ്കുചേർന്നു. സമൂഹ നോമ്പുതുറ വാടിക്കലിൽ മാത്രമല്ല എല്ലാവർക്കും പ്രചോദനമാകുകയാണ്. ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഈ സന്ദേശം കൂടുതൽ സജീവമാകട്ടെ. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി വാടിക്കൽ നിന്നും ദീപാബു പഴയങ്ങാടി. ജീവിതത്തിൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ വന്നുകൊണ്ടുള്ള എല്ലാ പ്രയാസങ്ങളും വിദേശത്തുള്ള സഹോദരന്മാർക്ക് എല്ലാവിധ ജോലിയിലെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണമല്ല, ബുദ്ധിമുട്ടുകൾ അകറ്റണമല്ല, യുദ്ധഭീതിയിൽ ഈ സദസ്സിനെ ഭക്ഷണം തരാൻ വേണ്ടി അതുപോലെ തന്നെ മറ്റൊരു آمين برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحان الله سبحان الله العلي وبحمده أستغفر الله سبحان الله. കൗണ്ടി വാടിക്കലാണ് ഇപ്രാവശ്യം ഇത് സ്പോൺസർ ചെയ്തതിന് അവരുടെ അണ്ടറിലാണ് ഇത് നടക്കുന്നത്. ഞങ്ങൾ നടത്തുന്നു. അവരതിനുള്ള എല്ലാ പ്രോത്സാഹനവും ചെയ്തു തന്നിട്ടുണ്ട്. വർഷമായിട്ട് എല്ലാ വർഷവും വർഷാവർഷം ഒരു പരിപാടിയാണ് 27 നോമ്പ് 27-നുള്ള സമൂഹ നോമ്പുതുറ. ഇപ്രാവശ്യം അതുപോലെ നടത്തുന്നു. കൗണ്ടിയാണ് അതിന് മെയിനായിട്ട് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുക്കാറുണ്ട്. ഈ ഒരു മുസ്ലിംസിന് മാത്രമല്ല, നമ്മുടെ സഹോദര സമുദായങ്ങളിലെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. മുമ്പൊക്കെ കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മുടെ MLA ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്രാവശ്യവും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താ പറയാനില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവർ രണ്ടാളും പറഞ്ഞത് തന്നെ എനിക്കും പറയാനില്ല. നിങ്ങളെ കാര്യം പറഞ്ഞില്ല, അതുകൊണ്ടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അമ്മയോടുള്ള കാര്യങ്ങൾ പറഞ്ഞു.
എങ്ങനെയാ നിങ്ങൾ നോക്കി കാണുന്നത് ഇവിടുത്തെ ഈ ഇത്രയും നല്ല പരിപാടി? ഈ കൗണ്ടി എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ടൊരു 80-85കളിൽ സ്ഥാപിച്ചൊരു ക്ലബ്ബാണ്. ഇത് പ്രധാനമായിട്ട് ക്രിക്കറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിലനിന്നൊരു ക്ലബ്ബാണ്. അതോടൊപ്പം തന്നെ കുറേ കാലങ്ങളായിട്ട് അത് സാമൂഹ്യ പ്രവർത്തനങ്ങളും വളരെ സജീവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തകർ ഇപ്പം ഗൾഫിൽ വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു ക്ലബ്ബ് എന്ന രീതിയിൽ പൊതുസമൂഹത്തിനിടയിൽ വളരെയധികം സ്വീകാര്യതയുള്ള ഒരു ക്ലബ്ബാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇഫ്താറുകൾ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് എല്ലാ വർഷവും ഇവർ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ പല സാമൂഹിക സേവന രംഗങ്ങളിലും കൗണ്ടി മെമ്പർമാർ വളരെ സജീവമാണ്. ഇപ്പം നല്ലൊരു അനുഭവമാണ്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നല്ല ഇങ്ങനെയൊരു ഇത് ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സംഘാടകർക്ക് അവർക്ക് എല്ലാവിധ ആശംസകളും. എൻ്റെ ഒരു ചെറിയ പ്രായം മുതൽ ഇവിടെ ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരന്മാരുമാണ്. ഒരുപാട് വർഷമായി ഇവിടെ ഈ പള്ളിയിലായാലും നോമ്പിനായാലും അല്ലെങ്കിൽ കല്യാണമായാലും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം വിളിക്കുന്നൊരു മഹലാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതേപോലെയുള്ള എല്ലാ നോമ്പ് തുറയിലും കൃത്യമായി നമ്മളെ ആ ഏരിയയിലുള്ള എല്ലാ ജനങ്ങളെയും ജാതി മതഭേദമന്യേ എല്ലാവരും കൃത്യമായിട്ട് ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പങ്കുചേരാറുണ്ട്. സൗഹാർദ്ദമായിട്ട് സന്തോഷമായിട്ട് പിരിഞ്ഞു പോകാറുണ്ട്. നല്ല സ്നേഹത്തോടും സഹോദരത്തോടു കൂടിയാണ് ഞങ്ങൾ ഇക്കാലം അത്രയും ഇവിടെ ജീവിച്ചത്, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.